അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നോ എന്റെ പൊന്നാങ്ങള? എന്റെ ജീവിതം ബലി കൊടുത്തിട്ടാണെങ്കിലും നിനക്കെല്ലാം നേടാനായല്ലോ. കൂടപ്പറപ്പിനേക്കാളും വലുത് നിനക്ക് ഇന്നലെ കണ്ടവളാണല്ലോ. പക്ഷേ എനിക്കൊന്നറിയണം, അതിനുവേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. എല്ലാം നീ കൂടി അറിഞ്ഞിട്ടാണോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. എന്തറിഞ്ഞു? ശ്യാമേട്ടൻ രേണുകയെ കൂടി സംരക്ഷിക്കുന്നത് നീ അറിഞ്ഞിട്ടാണോ എന്ന്? എന്തായി പറയുന്നത്? അപ്പോ എന്റെ കുഞ്ഞുങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? അതോ അറിഞ്ഞില്ലെന്ന് ഭാവിക്കാണോ? അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് താലോലത്തിൽ കയറി ഇറങ്ങുന്നത് നാട് മുഴുവൻ പാട്ടാ. പെങ്ങളുടെ ജീവിതം തകർത്തവന്റെ പെങ്ങളുടെ കൂടെ ഇവിടെ ഇനിയും ജീവിക്കണമെന്നാണെങ്കിൽ നീ ജീവിച്ചോ. പക്ഷെ ഞാൻ മരിച്ചാ പോലും എന്റെ ശവം കാണാൻ പോലും നീ പഠിച്ചവിട്ടരുത്. അതൊന്ന് പറയാനാ ഞാൻ വന്നത്. ഞാൻ കേട്ടതൊക്കെ നേരാണോ? ശ്യാമേട്ടൻ വീണ്ടും രേണുകയെ കാണാൻ പോയിന്ന് പറയുന്നത് നേരാണോന്ന്? ഗിരി, അത് നേരാണോ അല്ലയോ? അത് മാത്രമേ എനിക്ക് അറിയണ്ടുള്ളൂ. പോയിരുന്നു. ഡോക്ടർ കെ എത്തും അരുന്ധതി മേനോനും തരംഗ സാറൊക്കെ നിർബന്ധിച്ചപ്പോ പോകാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് വാസ്തവം. അല്ലാതെ അപ്പൊ സത്യാണല്ലേ? ഗംഗേച്ചി പറഞ്ഞതൊക്കെ സത്യാണല്ലേ? ഗിരി, ഗംഗ കരുതുന്ന പോലൊന്നും അല്ല. അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ശ്യാമേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയെ രേണുക. അവളെ മറക്കാൻ ഒരിക്കലും ശ്യാമേട്ടന് കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല ഗിരി, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. ഞാനത് വിശ്വസിക്കില്ല. ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ശ്യാമേട്ടൻ അവിടെ പോവില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഗിരി, ട്രീറ്റ്മെന്റിനെ കരുതി മാത്രമാണ് ഞാൻ അവിടെ പോയത്. അവൾ ആരും ആയിക്കോട്ടെ, മനുഷ്യത്വം, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതോ പൂർവ്വകാമുകിയോടുള്ള പ്രായശ്ചിത്തോ? അതോ അല്ലെങ്കിൽ തന്റെ കുഞ്ഞിന്റെ അമ്മയോടുള്ള അനുകമ്പയോ? അന്ന് അവൾ എന്റെ കാറിന് മുമ്പിൽ വന്ന് പെട്ടത് തികച്ചും യാദൃശ്ചികമായിരുന്നെങ്കിലും രക്ഷിക്കാൻ കൂട്ടാക്കാതെ ഞാൻ ഓടിച്ചു പോയത് ഒരുപക്ഷെ അവളുടെ മരണം ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാമെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കാണിക്കാതിരുന്ന മനുഷ്യത്വം എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയില്ലേ? എന്റെ ഗംഗേച്ചി ഓർത്തിട്ട്, ഗംഗേച്ചിയുടെ ജീവിതത്തിൽ രേണുക ഒരിക്കലും ഒരു കരടാവരുതെന്ന് ഓർത്തിട്ട്. ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു. മാനസികവും ശാരീരികവുമായി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. എല്ലാം അവള് കാരണം. ഇനി ഒരിക്കലും രേണുകയുടെ നിഴൽ പോലും നമ്മുടെ ആരുടെയും ജീവിതത്തിന് മേൽ വന്ന് വീഴരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ കേട്ടില്ല. നിങ്ങൾ അത് കേട്ടില്ല. ഗിരി, ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ ആരും കരുതുന്ന പോലെ അല്ല. ശരി, ഞാൻ വിശ്വസിക്കാം. ഒരിക്കൽ കൂടി ഞാനത് വിശ്വസിക്കാം. പക്ഷെ ഇനി ഒരിക്കലും രേണുകയെ കാണില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. അതിന്റെ പേരിൽ എന്റെ ഗംഗേച്ചി ഒരിക്കലും വിഷമിക്കാൻ ഇടവരില്ലെന്ന് ശ്യാമേട്ടൻ എനിക്ക് ഉറപ്പ് തരണം. എന്താ, കഴിയില്ല നിങ്ങൾക്ക്? കഴിയില്ലല്ലേ? കഴിയും, പ്രോമിസ്. എന്നാലും എല്ലാം ഘടകവിരുദ്ധമായി പോയല്ലോ. ഇദ്ദേഹം പറഞ്ഞതിനെല്ലാം എതിരായിട്ടല്ലേ എല്ലാം സംഭവിച്ചത്? അല്ല, ഒരിക്കലുമല്ല. പ്രത്യക്ഷത്തിൽ അങ്ങനെ ആർക്കും തോന്നും. പക്ഷെ സംഭവിക്കാൻ പോകുന്ന അതല്ല. ഇനി എന്ത് സംഭവിക്കാനാ? തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ പുഷ്പം പോലെ ഊരിപ്പോന്നില്ലേ? തല്ലിപ്പിരിയേണ്ടവർ തമ്മിൽ ഒത്തൊരുമയോടെ ജീവിക്കാൻ തുടങ്ങിയില്ലേ? മൃത്യുവിന് ചില തീരുമാനങ്ങളുണ്ട്. അതെങ്ങനെയാ, ഏത് രൂപത്തിലാ സംഭവിക്കാൻ പോകുന്നതെന്നും പ്രവചിക്കാൻ കഴിയില്ല. മരണയോഗമുണ്ട്. പക്ഷെ അത് തൂക്കുകയറിലൂടെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ദമ്പതികൾ തമ്മിലുള്ള വേർപിരിയലിന്റെ കാര്യവും അങ്ങനെ തന്നെ. പക്ഷേ ഈ പറയുന്നതല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ആദ്യം ഉണ്ടാകേണ്ട വിശ്വാസ. അതില്ലാണ്ടായാൽ ഫലം വൈകും. ചിലപ്പം ഫലം കിട്ടിയില്ലെന്നും വരും. അയ്യോ, വിശ്വാസ എനിക്ക് പൂർണ്ണ വിശ്വാസ. മനസ്സിന്റെ ദണ്ണം കൊണ്ടാ ജോത്സരെ, ഒന്നും തോന്നരുത്. തിടുക്കം എന്ന് പറയൂ, അതല്ലേ ശരി?
ഒരു നിമിഷം മുമ്പേ എല്ലാം ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. വൈകുമ്പോഴും എതിര് സംഭവിക്കുമ്പോഴൊക്കെ മനസ്സിന് വല്ലാത്തൊരാശങ്ക. അതുകൊണ്ടാ. ദേവി, വൈകില്ല, അധികം വൈകില്ല. പക്ഷെ ചില തടസ്സങ്ങളും കാണുന്നുണ്ട്. ജാതകദോഷമുണ്ടെങ്കിലും ദൈവാധീനമുള്ള കുട്ടിയാണേ. പ്രാർത്ഥനയുടെ ഒരു ഫലം അതാ അവളെ ഇങ്ങനെ രക്ഷിച്ചു നിർത്തിയിരിക്കണേ. ചെയ്ത കർമ്മങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലസിദ്ധി കിട്ടാതിരുന്നതും അതുകൊണ്ട് തന്നെ. വിഷമിക്കണ്ട, വഴിയുണ്ട്. പക്ഷെ ചെലവ് പിന്നെയും കുറെ ജാസ്തിയാകും. അതേക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. എത്രയും പെട്ടെന്ന് കാര്യം നടന്നു കിട്ടണമെന്നേ ഉള്ളൂ എനിക്ക്. അത് ഞാൻ ഏറ്റു. വേണ്ടതൊക്കെ ഞാൻ ഭംഗിയായി ചെയ്തോളാം. കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഏറിയാൽ ഒരു 12 ദിനരാത്രങ്ങൾ. അതിനുള്ളിൽ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഓ ദേവി, രക്ഷിക്കണേ ദേവി. നമസ്കാരം മാഡം. നമസ്കാരം. അല്ല, ഞാൻ എന്തിനാ വെറുതെ മാഡത്തിനോട് വാശി പിടിക്കുന്നത്? അതുകൊണ്ട് ഒരു കോംപ്രമൈസിന് വന്നതാ. അതിന് നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ലല്ലോ. അഥവാ മിസ്റ്റർ ധനപാലൻ എന്നോട് വാശി വലുതുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് കാര്യമാക്കുന്നുമില്ല. ഹേയ്, എനിക്ക് മാഡത്തിനോട് വാശിയൊന്നുമില്ല. പക്ഷേ മാഡത്തിന് എന്നോട് ദേഷ്യമുണ്ട്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും. മാഡം എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനിപ്പോൾ പഴയ ആളൊന്നുമല്ല. എൻ്റെ രാധിക മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ടു മാഡം. ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് യാചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്കവർ മാപ്പ് തന്നേനെ. കാരണം സ്വന്തം മോനെ പോലെയാ അവരെന്നെ സ്നേഹിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യാൻ ധനപാല? ടീച്ചർ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യും? ഞാൻ എന്തു വേണേലും ചെയ്യാം മാഡം. രേണുകയെ എന്നോടൊപ്പം വീട്ടിലേക്ക് അയക്കണം. ഉത്തരവാദിത്വത്തോടെ അവളെ ചികിത്സിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാ. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ ഞാൻ ഒരുക്കുക. മറ്റൊന്നിനുമല്ല. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിനുവേണ്ടി മാത്രം. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നത് നല്ല കാര്യമാ. അതൊന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കരുത് മാഡം. ഇവിടെ ആരെയും ഒഴിവാക്കുന്നതല്ല പ്രശ്നം. പറഞ്ഞു വരുമ്പോ മിസ്റ്റർ ധനപാലൻ രേണുകയുടെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാ. അതായത് ചേട്ടൻ. ഒരുപക്ഷെ രാധിക ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ രേണുകയെ ധനപാലനോടൊപ്പം അയച്ചനെ. ഇതിപ്പോ എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാ സ്വബോധം പോലും ഇല്ലാത്ത രേണുകയെ ഞാൻ നിങ്ങളോടൊപ്പം അയക്കേണ്ടത്? മാഡം എന്നോട് വീണ്ടും തർക്കിക്കാൻ നോക്കുകയാണോ? അല്ല ധനപാലൻ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രേണുകയെ നിങ്ങളോടൊപ്പം അയക്കാൻ സാധിക്കില്ല. ശരി, നമുക്ക് രേണുകയെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അവിടെ കിടത്തി ചികിത്സിക്കാമല്ലോ. രേണുകയുടെ ചികിത്സ മാഡം തന്നെ നടത്തിക്കോളൂ. രേണുകയുടെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു ധനപാലൻ. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ കേത്താണ് നോക്കുന്നത്. ധനപാലന് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. രേണുകയെ കാണുകയും ചെയ്യാം. തൽക്കാലം എന്നോട് സഹകരിച്ചേ പറ്റൂ. ഇവിടെ കിടന്ന അവളുടെ അസുഖം മാറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ധനപാലൻ പോലീസിലും കോടതിയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് ധനപാലന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായാൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാ.
സമരத்துக்கு സിന്ദാബാദ് കൂപ്പിടുறൊക്കെ എന്നെ കൂടെ കൂട്ടുമാ? ഒന്ന് പോകഴവാ, ഒരു സമരവീരൻ വന്നിരിക്കുന്നു. കിഴവൻ സമരവീരൻ നിന്റെ തന്ത. പോ, പോ. ദേ മീനാക്ഷി, രേണുകയെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. നീ ഇവിടെ ഉണ്ടെന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ, അറിയോ? നീയും എൻ്റെ കൈ വന്ന് വീണോടി പെണ്ണേ. ഒരു വെടിക്ക് 2 പക്ഷി. യെസ്. സോറി ഡോക്ടർ, ഞാനൊരു കൺസൾട്ടിങ്ങിന് വേണ്ടി വന്നതല്ല, ഒരു പേഴ്സണൽ മാറ്റർ സംസാരിക്കാനുണ്ട്. ഇതെന്റെ ഡ്യൂട്ടി ടൈമാണ്. ക്ഷമിക്കണം, എനിക്കൊരു 5 മിനിറ്റ് മതി. ഞാൻ ഉടനെ പൊയ്ക്കോളാം. ശരി, എന്താ പറയാനുള്ളത്? അത് പിന്നെ പേഴ്സണലെന്ന് ആദ്യം ഞാൻ പറഞ്ഞുവെങ്കിലും ശരിക്കും ഡോക്ടറുടെ പേഷ്യൻ്റെ കാര്യം തന്നെയാണ്. രേണുകയുടെ. ഏത് രേണുക? അരുന്ധതി മേനോന്റെ താലോലത്തിൽ ഡോക്ടർ ഒരു കുട്ടിയെ ചികിത്സിക്കുന്നുണ്ടല്ലോ. മരിച്ചു എന്ന് കരുതിയെങ്കിലും തിരികെ വന്ന പെൺകുട്ടി. യെസ് യെസ്, ആ രേണുക. അവളുടെ ഏട്ടനാണ് ഞാൻ. ഏട്ടനെന്ന് പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ്. താങ്കൾ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, പേഷ്യന്റിന്റെ റിലേറ്റീവ്സായി അങ്ങനെ ആരും സ്ഥലത്തില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതാ സ്ത്രീ പറഞ്ഞതാവും, അരുന്ധതി മേനോൻ. അവരങ്ങനെ പറയൂ ഡോക്ടർ. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് കരുതി എനിക്കെൻ്റെ അനിയത്തിയുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റുമോ? അവൾക്കിനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് ഒരിക്കൽ പോലും നിങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, ആ അരുന്ധതി മേനോൻ യാതൊരു മൊറാലിറ്റി ഇല്ലാത്ത സ്ത്രീയാണ്. അഭയകേന്ദ്രത്തിന്റെ മറവിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയോ? സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ അവരുമായി പലപ്പോഴും മുഷേണ്ടിയും വന്നിട്ടുണ്ട്.